നമ്മളെ കിണറിലെ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്, വേനലൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് കാറൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് കനാലിൽ പോവാണ് കേട്ടോ. കുറേ ദിവസമായി കാറ് കഴുകിയിട്ട്. എനിക്ക് കാറിന് വൃത്തിയാവാൻ നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. ഏട്ടനാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഇത് എൻ്റെ പദ്ധതിയാണ് ഈ കനാലിൽ പോകുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അതെ, കയറ് കെട്ടിയിട്ട് പോകുന്നതാണോ? എന്തുണ്ടായി? പണ്ട് നമ്മൾ മുടി കഴുകാൻ വാങ്ങിയിരുന്നതായിരുന്നു ഈ 1 രൂപയുടെ 2 രൂപയുടെയൊക്കെ ഷാമ്പു. ഇപ്പോൾ നമ്മളിത് മിക്കവാറും എല്ലാവരും വണ്ടി കഴുകാനല്ലേ വാങ്ങുന്നത്. അപ്പോൾ നമ്മുടെ കാർ വാഷിൻ്റെ സംഭവം കഴിഞ്ഞു പോയതുകൊണ്ടാട്ടോ ഞാൻ ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വെള്ളം മുക്കി കൊണ്ടുവന്ന് ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ വെച്ച് ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കനാലിലെ വെള്ളം കുളിക്കാൻ പാകത്തിന് തെളിഞ്ഞിട്ടില്ല. അപ്പോൾ കിലുവിന് കാലൊന്ന് മുക്കിയിട്ട് ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. കുളിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ബഹളമാണ്. ഞങ്ങളിവിടെ വന്നിട്ടാണ് കുടുവിനും കിലുവിനെയൊക്കെ നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നിരുന്നത്. പിന്നെ വെള്ളം വറ്റിയപ്പോൾ നിർത്തിയതായിരുന്നു. അപ്പോൾ ഇനിയിപ്പം നമുക്ക് വെള്ളമൊക്കെ ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നീന്തലൊക്കെ പഠനമൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഇതാണ് വലിയ കനാൽ. ഈ വലിയ കനാലിൻ്റെ കണക്ഷനായിട്ട് വരുന്ന ചെറിയ കനാലിലാണ് നമ്മൾ വണ്ടിയൊക്കെ കഴുകാൻ വേണ്ടി വന്നിട്ടുള്ളത്. വലിയ കനാൽ ഭയങ്കര ആഴാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകലൊക്കെ കഴിഞ്ഞ് നമ്മളിനി വീട്ടിലേക്ക് പോവുകയാണ്. ടാറ്റാ. ഇതങ്ങനെ വന്ന പനിയല്ല, ഇത് വരുത്തി വെച്ച പനിയാണ്. ഇത് വരുത്തി വെച്ച പനിയാണ്. ഇനി ഇതുപോലത്തെ ഉണ്ടാവുക.